ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ആയിട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോണതിൻ്റെ മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണേൽ കാണാൻ. എന്നാലാണ് കേട്ടോ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതാ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഇവിടെ കിളിമീനാണ് കേട്ടോ എടുത്തേക്കണേ. അപ്പോൾ അതാ മീൻ ഇവിടെ കഴുകി ക്ലീൻ ചെയ്ത് കൊടുന്ന് വച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. പെരിഞ്ജീരകം പൊടിച്ചോടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ മീനോട് മിക്സ് ചെയ്ത് വെച്ചാൽ കേട്ടോ. മസാലയെല്ലാം മിക്സ് ചെയ്ത് വെച്ചാൽ ഇനി ഇതൊരു അരമണിക്കൂർ. അപ്പോൾ അതാ മീൻ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ കേട്ടോ. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് മീൻ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ മീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചൂടായി വന്നേരം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് ചൂടായിട്ട് കേട്ടോ വെളിച്ചെണ്ണ. എന്നിട്ട് നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഇവിടെ കിടന്ന് നല്ലോണം ഒന്ന് ഉണങ്ങി വരട്ടെ കേട്ടോ. അപ്പോൾ അതാ മീൻ മുരിഞ്ഞു വന്ന സമയം കൊണ്ട് ഞാൻ ഒരു സവാളയും ഈ 2-3 അല്ലി വെളുത്തുള്ളിയും ഇച്ചിരി കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലോണം മിക്സിയിൽ ഇട്ടൊന്ന് പേസ്റ്റ് ആയിക്കൊണ്ട് വരണം കേട്ടോ. അപ്പോൾ സവാളയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കറിവേപ്പിലയോടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി മുളക് പൊടിയോടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളു മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് ആയിക്കൊണ്ട് വരാം കേട്ടോ. അപ്പോൾ അതാ സവാളയും വെളുത്തുള്ളിക്ക് നല്ലോണം പേസ്റ്റ് ആയി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി മീൻ വറുത്തിട്ട് നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. പിന്നെ ഇവിടെ മാറ്റി വെച്ചേക്കാം കേട്ടോ. മീൻ ആദ്യം വറുത്ത് കോരട്ടെ കേട്ടോ. അപ്പോൾ അതാ മീൻ മറിച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. മറിച്ചിട്ട് കൊടുക്കാം. കിളിമീനായതുകൊണ്ട് പയ്യാട്ടം മറിച്ചിട്ട് കൊടുക്കാവുള്ളൂ. പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് ഉണങ്ങി വരട്ടെ കേട്ടോ. അപ്പോൾ അതാ മീൻ മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കോരി കൊടുക്കാം.
അപ്പോൾ അതാ നമ്മുടെ മീനിവിടെ വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചാണ് അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വേറെ സെപ്പറേറ്റ് എണ്ണ ഒഴിക്കണ്ട കേട്ടോ. മീൻ വറുത്ത എണ്ണയിൽ തന്നെ വഴറ്റി കൊടുത്താൽ മതി. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ കത്താൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ അവിടെ ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്ക് എന്നാലാണ് അതിൻ്റെ കളറൊക്കെ മാറി നല്ലോണം ഒന്ന് മൂത്ത് വരുള്ളൂ മസാലയ്ക്ക്. ഇളക്കി കൊടുത്തതിൻ്റെ കാണട്ടെ. ഇനി മസാലയ്ക്ക് ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് നല്ല ഇത് സെറ്റായി വരുമ്പോൾ ഇനി കാണാം കേട്ടോ. അപ്പോൾ അതാ എണ്ണയ്ക്ക് നല്ല തെളിഞ്ഞ് വന്ന് തുടങ്ങി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്താൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കാം. അത് നല്ലോണം എന്താ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് കോരി വെച്ചാണ് മീൻ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് 2 മിനിറ്റ് ഇങ്ങനെ കിടന്ന് വേവണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ വേവിക്കാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കോള് വന്നു കേട്ടോ. അതാണ് കേട്ടോ വീഡിയോ കട്ടാക്കിയേ. അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുക്കാം നമുക്കെല്ലാം. മൊത്തം മറിച്ചിട്ട് എടുത്തിട്ട് കാണാട്ടെ ഇനി. അപ്പോൾ അതാ മീൻ മൊത്തം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ അതിലേക്ക് നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ട് കൊടുത്ത് 2 മിനിറ്റോടെയും കഴിയുമ്പോൾ നമുക്ക് ഓഫാക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മീനിവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓഫാക്കി കൊടുക്കാം. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് വെച്ച് കറിവേപ്പിലോട് മേലേക്കോടെ ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോയുമായി കാണാം കേട്ടോ. അസ്സലാമു അലൈക്കും.